നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദിനി പായസം മൊത്തം കുടിക്കണ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജയും വേദയും കൂടെ എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുക. നന്ദിനിയോട് നല്ല പായസം എന്നിട്ടോ അതിങ്ങനെ വിരലിട്ട് നക്കി പിടിച്ച് കുടിക്കണം. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി വേദ ശ്രീജനെ ഒന്ന് നോക്കി. നന്ദിനി പറഞ്ഞു നല്ല നെയ്യുടെ രുചിയൊക്കെ ഉണ്ട്. അല്ല ഇതെന്തിനു വേണ്ടിയാ ശ്രീജടുത്തി ഇന്ന് പായസം ഉണ്ടാക്കിയത്? വേദ പറഞ്ഞു മനസ്സിലായില്ലേ, വ്യാക്യൂണ്. വ്യാക്യൂണ്? എന്ത് വ്യാക്യൂണ്? അല്ല ഈ ഗർഭകാലത്തെ വ്യാക്യൂൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ. ഗർഭോ? ആർക്ക്? നിനക്കോ? അതെന്താ എനിക്ക് ഗർഭം പാടില്ലെന്നുണ്ടോ? ആദ്യമായിട്ടാണോ നന്ദിനി അടുത്ത് ഗർഭം എന്ന് കേൾക്കണേ? അല്ല അത് പിന്നെ എന്താ മനസ്സിലായില്ലേ? അല്ല അതിനിപ്പോ പായസം ഉണ്ടാക്കുന്നേ. അതെ, പായസം ഉണ്ടാക്കി വിക്രത്തിന് കൊടുക്കുന്ന ഒരു താങ്ക്സിന് വേണ്ടിയിട്ട്. താങ്ക്സോ? അല്ല ഗർഭം ഉണ്ടാക്കി തരുന്ന ആളെ വിക്രം അല്ലേ? അത് കേട്ടപ്പോൾ ശരിക്കും ശ്രീജയ്ക്ക് ചിരി വന്നു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു എന്നാലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വേദ പറഞ്ഞു നന്ദിനി അടുത്തേക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ ഇനി പോകെ കൂടെ മനസ്സിലായിക്കോളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ 9ാം മാസത്തെ വളകാപ്പ്, മഞ്ഞൾ വെള്ളത്തിൽ കുളി, എല്ലാത്തിനും നന്ദിനി അടുത്ത് മുന്നിട്ട് നിൽക്കണം കേട്ടോ. ശരിയാണോ ശ്രീജ അടുത്തി എന്ന് പറഞ്ഞ നന്ദിനി ശ്രീജയുടെ അടുത്തേക്ക് വന്നു. ശ്രീജ പറഞ്ഞു എൻ്റെ നന്ദിനി അവള് വെറുതെ പറയുന്ന ഇത് വ്യാക്യൂണൊന്നും അല്ല. എനിക്കും തോന്നി. അപ്പോഴേക്കും വേദ പറഞ്ഞു ഇന്ന് മിക്കവാറും എല്ലാവരും പോത്തുപോലെ കിടന്നുറങ്ങും. അതെന്താ? ഞാനേ ആ പായസത്തിനകത്ത് കുറച്ച് ഉറക്ക ഗുളിക പൊടിച്ചിട്ടുണ്ട്. ഉറക്ക ഗുളികയോ? ഒന്ന് പോവിടുന്ന്. പിന്നെ ഞാൻ പറഞ്ഞെന്താ വിശ്വാസം വരുന്നില്ലേ? രാത്രി നല്ല കൂർക്കം വലിച്ച് നന്ദിനിയടുത്ത് കിടന്നുറങ്ങിക്കോളും. ഇത് ശ്രീജടുത്തി ബാ, കുറച്ച് വിക്രമിനും കൊണ്ട് കൊടുത്തിട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊതിച്ച് നന്ദിനിയടുത്ത് ഇനി ഇത് ബാക്കിയും കൂടെ കുടിക്കും. അതും പറഞ്ഞിട്ട് ശ്രീജനെ വിളിച്ചോണ്ട് വേദ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും നന്ദിനി ഓർത്ത് ശരിയായിരിക്കുമോ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറച്ച് പൊടിയിരിക്കുന്നു. അത് നക്കി നോക്കി കഴിഞ്ഞപ്പോൾ ദൈവമേ ഗുളികയുടെ ടേസ്റ്റ്. അപ്പോൾ ഉറക്ക ഗുളിക തന്നെ ആയിരിക്കുമോ പൊടിച്ചിട്ടിരിക്കുന്നത്? ഭയങ്കര ടെൻഷനായി പോയി നന്ദിനിക്ക്. നന്ദിനി പെട്ടെന്ന് വിക്രത്തിന് മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ വേദ അവിടെ നിൽക്കുന്നു. എന്താ? ഞാനിന്ന് വിക്രത്തോട് പറഞ്ഞു കൊടുക്കും നീ അതിനകത്ത് ഉറക്ക ഗുളിക പൊടിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയാണ് ചെന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം തന്നെ നന്ദിനിയടുത്തിൻ്റെ കഥ ഞാൻ കഴിക്കും. ഉറക്ക ഗുളിക കഴിച്ചിട്ടാണ് നന്ദിനിയടുത്ത് നിൽക്കുന്നത്. ഇപ്പം തന്നെ നന്ദിനിയടുത്ത് ഉറങ്ങിപ്പോവും. ആ സമയത്ത് നന്ദിനിയടുത്തിൻ്റെ കഴുത്ത് ഞെഴിച്ച് നന്ദിനിയടുത്ത് ഞാൻ കൊല്ലുമെന്നോ? അതെ, ഉറക്കത്തിൽ അറ്റാക്ക് ഉണ്ടായതെന്നോ ആരും കരുതുള്ളൂ. അങ്ങനെ നന്ദിനിയടുത്തിൻ്റെ കഥ ക്ലോസ്. അങ്ങനെ ഉണ്ടാവണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഉടനെ നന്ദിനി അവിടുന്ന് എസ്കേപ്പായി. ആ സമയം ശ്രീജ പായസമായിട്ട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വന്നു. വിക്രം ചോദിച്ചു എന്താ ശ്രീജ അടുത്ത് ഇന്ന് വിശേഷം? അല്ല ശ്രീജ അടുത്തിൻ്റെ പിറന്നാളോ മറ്റാണോ? പിറന്നാൾ അല്ല, അല്ലേലും പിറന്നാൾ ഇന്നല്ലല്ലോ, പിന്നെന്താ വിശേഷം? അപ്പോഴേക്കും വേദ കയറി വന്നിട്ട് പറഞ്ഞു ഒരു വലിയ വിശേഷം തന്നെയുണ്ട്. എന്താ? വിക്രത്തിൻ്റെ മുറി ഞങ്ങളങ്ങ് ഏറ്റെടുക്കാൻ പോവാ. മുറിയോ? അതേന്നേ, ശ്രീജ അടുത്ത് ഇനി മുതൽ ഈ മുറിയിലായിരിക്കും അല്ലറ ചില്ലറ പ്രൊഡക്ഷനൊക്കെ തുടങ്ങുന്നത്. പ്രൊഡക്ഷനോ? അതെ പ്രൊഡക്ഷൻ. അപ്പോൾ ശ്രീജ അന്താളിപ്പോട് കൂടി വേദനയെ നോക്കണം. ഇവിടെ അച്ചാറും പൊടി ഐറ്റംസും അങ്ങനെയൊക്കെ ചെറിയൊരു ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പോഴേക്കും വിക്രം പറഞ്ഞു അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ. ശ്രീജ ആണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വേദ കള്ളത്തരമാണല്ലോ പറയുന്നേ. എന്താ വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്കിഷ്ടപ്പെടായി ഒന്നുമില്ല. ഞാൻ ഇതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നേ. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു ബിസിനസ്സും കൂടെ ആണല്ലോ അത്. അതെ, ഇനി മുതൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ തുടങ്ങുന്നത്. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു വേദ വെറുതെ പറയണ്ട കേട്ടോ. എന്താ ശ്രീജ അടുത്തി? അവൾ കള്ളത്തരം പറഞ്ഞോണോ? ആണെന്ന് അങ്ങനെയൊന്നും ഇല്ല. അപ്പോഴേക്കും വിക്രം പറഞ്ഞു കള്ളത്തരമാണെങ്കിലും നീ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. ശ്രീജ അടുത്തേക്ക് ഒരു ബിസിനസ് നല്ല കാര്യം തന്നെയാണ്. അപ്പോഴേക്കും ശ്രീജ ഗ്ലാസ്സും വാങ്ങി അങ്ങോട്ട് പോയി. വേദ പറഞ്ഞു എന്താ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. പിന്നെ വിശ്വേണ്ണ ഒരു ജോലിയായല്ലോ. വേദ പറഞ്ഞു അത് ശരിയാ, വിശ്വേണ്ണ ഒരു ജോലിയായി. വിശ്വേണ്ണ ശ്രീജ അടുത്തിനൊപ്പം കൂടാം. പക്ഷേങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ആ കൂടെ കൂട്ടാൻ പോകുന്നില്ല. അതെന്താ? നിങ്ങളെ കൂട്ടിയിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ പിന്നാലെ വേറെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരും ഈ ബിസിനസ് നശിപ്പിക്കാനായിട്ട്. പോരാത്തന്നെ ശ്രീനിവാസനൊക്കെ ഉണ്ടല്ലോ. എന്താടി നീ എന്തിനാ ശ്രീനിവാസൻ സാറിനെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിടുന്നേ? അതിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ അയാൾ വലിയ പുണ്യാളനാണല്ലോ. നിങ്ങളെ എല്ലാവരും കൂടി ചേർന്നിട്ട് ആ തേറായിട്ട് ശ്രീധരൻ സാറിൻ്റെ പണി കൊടുക്കാതിരിക്കുമല്ലേ? നിന്നോട് ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഫോൺ വിളിക്കുന്നതും കേട്ടായിരുന്നു. നിങ്ങളുടെ ശ്രീധരൻ സാറിന് ഇത്തിരി പേടിയുണ്ടല്ലേ? പിന്നെ പേടിക്കും. പിന്നെന്തിനാ അയാളെ തട്ടിക്കൊണ്ടു പോകാനായിട്ട്? തട്ടിക്കൊണ്ടു പോകാനായിട്ടോ? ഇന്ന് രാത്രി നിങ്ങൾക്ക് വലിയ ജോലിയാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് തേരായിട്ട് ശ്രീധരൻ സാറിനെ തട്ടിക്കൊണ്ടു പോകാനല്ലേ നിങ്ങളും ഗുണ്ടകളും എല്ലാം ചേർന്നിട്ട്? എൻ്റെ വിക്രം കുറച്ച് കഷ്ടമുണ്ട്. റെസ്റ്റ് എടുക്കുക, രാത്രി നല്ല ജോലിയുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് പേര് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. വിക്രം ഇങ്ങനെയൊന്ന് ആലോചിച്ചു.
അതിനുശേഷം വിക്രത്തിന് നല്ല ക്ഷീണം തോന്നി. വിക്രം കട്ടിലേക്ക് പോയിരുന്നു. പിന്നെ ഫോൺ എടുത്ത് ജോസഫിനെ വിളിക്കുകയാണ്. ജോസഫെ, ഒരു 11 മണിയാകുമ്പോൾ നീ ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് വീടിന് മുന്നിലേക്ക് വരണം, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അത് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. വല്ലാത്ത ക്ഷീണം തോന്നും, ഒന്ന് കിടക്കാം എന്ന് കരുതിയിട്ട് വിക്രം അങ്ങോട്ട് കയറി കിടന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. വിക്രത്തിന് അറിയില്ലല്ലോ അതിനകത്ത് ഉറക്കുളിയെ പൊടിച്ച് ചേർത്തിട്ടുണ്ടെന്നുണ്ടായിരുന്ന കാര്യം. ഈ സമയം നന്ദിനി കൂർക്കം വലിച്ചു കിടന്ന് ഉറക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ശ്രീജ മുറിയിലേക്ക് ഭയങ്കര സന്തോഷത്തോടെ വരുമ്പോഴത്തേനും വിശ്വം ചോദിച്ചു, ഇതെന്താ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അത് പിന്നെ ഭയങ്കര സന്തോഷത്തില. കാര്യം എന്താ വെച്ചാൽ പറ. അതെ, ഒരു കാര്യമുണ്ട്. കാര്യം? എന്ത് കാര്യം? നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ബിസിനസ്സോ? എന്ത് ബിസിനസ്? ഞാനേ വിശ്വണ്ണൊരു വണ്ടി മേടിച്ചോട്ടെ. വണ്ടിയോ? എന്ത് വണ്ടി? അല്ല, ഒരു സെക്കൻഡ് വണ്ടി ഞാൻ മേടിച്ചു തരും. അല്ല, എന്ത് വണ്ടിയാ? നിനക്കിത് എന്ത് പറ്റി? അതിന് വേണ്ടി പൈസ എവിടുന്നാ? അത് നമുക്ക് ലോൺ എടുക്കാം. ലോൺ എടുത്ത് വണ്ടി മേടിക്കാൻ നിനക്ക് തലയ്ക്ക് ഭ്രാന്തുണ്ടോ? അത് വിശ്വേട്ടൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ വലിയൊരു ബോക്സ് കാണും. ആ ബോക്സിനകത്ത് നിറയെ കറി പൗഡറും അച്ചാറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. നീ എന്തൊക്കെയാ ശ്രീജ പറയണേ? പിന്നീട് ശ്രീജ തൻ്റെ മനസ്സിലുള്ള ഐഡിയ പറയാണ്. വിശ്വേട്ട, നമുക്കൊരു പുതിയ സംരംഭം തുടങ്ങണം. ഒരു ചെറുകിട ബിസിനസ് പോലെ. ഈ കുടുംബശ്രീയിൽ നിന്ന് മറ്റേ ലോണൊക്കെ കിട്ടുമല്ലേ, അതൊക്കെ വെച്ച് നമുക്ക് ഒരു സംരംഭം തുടങ്ങാം. സംരംഭം തുടങ്ങാന്ന്? അതെ, ഇത് വേദയെ പറഞ്ഞു തന്നെ. വേദയാണോ? അവൾ വെറുതെ തമാശനോ മറ്റോ പറഞ്ഞായിരിക്കും. അല്ലെന്നേ, സീരിയസ് ആയിട്ട് പറഞ്ഞ. അല്ല, അങ്ങനെ തുടങ്ങിയിട്ടോ? അങ്ങനെ തുടങ്ങിയിട്ട് എന്താ? വിശ്വേട്ടൻ അതുകൊണ്ട് കച്ചവടമാക്കണം. അവിടെ ചായപ്പുണ്ടല്ലോ വിക്രത്തിൻ്റെ, ആ ചായപ്പ് നമുക്ക് എടുക്കാം, നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കാനായിട്ട്. അപ്പം വിക്രവും വേദ എവിടെ കിടക്കും? അതിന് നമുക്ക് മൊത്തം വേണ്ടല്ലോ, അത് വലിയ ഇതല്ലേ. അപ്പം അതിൻ്റെ പകുതി എടുത്താൽ മതി, പകുതി ഭാഗം നമുക്ക് മതിയല്ലോ. ഓ അങ്ങനെ. അപ്പം നീ കാര്യമായിട്ടാ? പിന്നല്ലാതെ ഞാൻ തമാശ പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നീ ഇത് ഉറപ്പിച്ച കാര്യം തന്നെയാണോ? ഞാൻ ഉറപ്പിച്ചെന്നേ. ആദ്യം ഞാനും ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചില്ല. പിന്നീട് വേദ വിക്രത്തോട് പറഞ്ഞു കഴിയുമ്പോഴാ എനിക്ക് മനസ്സിലായത്. വിക്രത്തിനുണ്ട് പായസം കൊടുത്തു കഴിഞ്ഞിട്ട് വേദ ഇത് പറഞ്ഞപ്പം പായസം കൊണ്ട് കൊടുത്തുന്നോ? അപ്പം നിങ്ങളിത് ആഘോഷിക്കാനും തുടങ്ങിയോ? ഉദ്ഘാടനം കഴിഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും കഴിഞ്ഞില്ല. പിന്നെ നീ എന്തിനാ വിക്രത്തിന് പായസം കൊടുത്ത കാര്യം പറഞ്ഞേ? അപ്പം എനിക്ക് അവിടെ പായസം? അത് പിന്നെ വിശ്വേട്ടാ. ഓഹോ, അപ്പം വിക്രത്തിന് മാത്രമേ പായസം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അല്ല, വിക്രത്തിന് കൊടുത്തു, കുറച്ച് പായസം ഞങ്ങൾ ബാക്കി കുടിച്ചു. ഓ, നിങ്ങളെല്ലാവരും കുടിച്ചു, അപ്പം എനിക്ക് മാത്രമില്ല. ആഹാ, അത് കൊള്ളാലോ. അങ്ങനെയല്ല വിശ്വേട്ടാ. പിന്നെയോ? അതെ, വിക്രത്തിന് ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി കൊണ്ട് പായസം കൊടുത്താ. കാര്യം സാധിച്ചെടുക്കാൻ പായസോ? അതോ അവന് നല്ല കഥയെ? അതല്ല, വിക്രത്തിന് കൊടുത്ത് പായസത്തിനകത്ത് ഉറക്കുളിയെ പൊടിച്ചിട്ടുണ്ടായിരുന്നു. ഉറക്കുളിയോ? നീ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശ്രീജയെ. അത് പിന്നെ ഇന്ന് രാത്രിയിൽ വിക്രം ഒരു പരിപാടി ഒപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ തയ്യാറായിട്ട് ശ്രീധര സാറിനെ കടത്തിക്കൊണ്ടു പോകാനായിട്ട്. അപ്പം അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേദയാണ് ഉറക്കുളി പൊടിച്ച് പായസം കൊണ്ടേ കൊടുത്തത്. അപ്പം അത് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പം ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ വിക്രത്തിന് കൊണ്ടേ കൊടുത്തു. കുറച്ച് ഞങ്ങളും കുടിച്ചു. അപ്പോഴേക്കും നന്ദിനിയടുത്ത് എങ്ങോട്ട് വന്നു. ഉറക്കോളി പൊടിച്ച പായസം നന്ദിനിയടുത്ത് എടുത്ത് കുടിച്ചെന്ന് പറയാം. അത് കേട്ട കഴിഞ്ഞപ്പോഴത്തേനും വിശ്വത്തിന് ചിരി വന്നു. വിശ്വം കിടന്ന് ചിരിക്കുകയാണ്. അപ്പോഴാണ് കഥയെ മുട്ടുന്ന കേട്ടെ. ശ്രീജാടുത്തി കഥ ഒന്ന് തുറക്കാൻ പറയാണ്. അങ്ങനെ വേദ എഴുന്നത്. വേദ അകത്തേക്ക് കയറി വന്നു. വേദ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം ചോദിച്ചു, ഓഹോ, അപ്പം നിങ്ങൾ രണ്ടും കൂടി ഇത് എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നേ? എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കുക. നാളെ വിക്രം കണ്ണു തുറന്നു കഴിയുമ്പോഴത്തേനും ഇത് വലിയ പ്രശ്നമാവും കേട്ടോ. അതോ? പ്രശ്നമോ? അതൊന്നും കാര്യമാക്കണ്ടെന്നില്ലെന്നേ. പിന്നെയോ? വിക്രം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും അതറിഞ്ഞാലല്ലേ? അറിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, നമുക്കതൊക്കെ സോൾവ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഞാനിപ്പോൾ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. പുതിയൊരു ചെറുകിട ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? അത് ശ്രീജടുത്ത് അങ്ങോട്ട് ഉറപ്പിച്ചോ? വിശ്വം പറഞ്ഞു, ശരിക്കും വേദ സത്യമായിട്ട് പറയുന്നതാണോ? അതേന്നേ, വിശ്വണ്ണൊരു ജോലിയാവും. പിന്നെ മറ്റുള്ളവരുടെ കീഴിൽ പോയി ജോലി ചെയ്യാമെന്നൊരു ചിന്തയൊന്നും വേണ്ട. സ്വന്തമായിട്ടൊരു വ്യവസായം തുടങ്ങുവാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയല്ലേ? അത് കേട്ടപ്പോൾ വിശ്വത്തിനൊരു സന്തോഷമായി. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കോ. തൽക്കാലത്തേക്ക് ഇത് ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായതിനു ശേഷം മാത്രം ബാക്കി എല്ലാവരും അറിഞ്ഞാൽ മതി. അത് പറഞ്ഞിട്ട് വേറെ അങ്ങോട്ടേക്ക് പോയി. വിശ്വത്തിന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. ശ്രീജ പറഞ്ഞു, കണ്ടില്ലേ, എന്തിനു വേദന നമ്മളോടൊപ്പം വേദന നിൽക്കുന്നുണ്ട്. അവൾക്ക് നമ്മൾ നല്ല ഉയർച്ചയിലെത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വിശ്വം പറഞ്ഞു, അല്ലെങ്കിലും അതെ, അവളുടെ മനസ്സ് നല്ലതാ എന്നൊക്കെ പറഞ്ഞു. അതേസമയം വിനായകൻ മുറിയിലേക്ക് വരുമ്പോഴത്തേനും കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുവാണ് നന്ദിനി. നന്ദിനി 1-2 വട്ടം വിളിച്ചു. നന്ദിനിക്ക് ഒരു ബോധമില്ല. ഇവിടെ ഇത് എന്തൊരു ഉറക്കം ഉറങ്ങണേ? എടി നന്ദിനി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വിളിക്കുമ്പോഴത്തേനും
ഇന്ന് പെട്ടുപോയത് തന്നെ. ആര് പെട്ടുപോയെന്ന്? വിക്രോ? എല്ലാരും ഒന്നും മനസ്സിലായില്ല. ദൈവമേ, ഇങ്ങനെ ഇവള് കൂർക്കം വലിക്കുവാണെങ്കിൽ മിക്കവാറും ഇവൾ ഈ വീടും കൂടെ വലിച്ച് മൂക്കിനകത്തേക്ക് കയറ്റും. വീട് വലിച്ച് മൂക്കിനകത്ത് കയറ്റായിരുന്ന ഭാഗ്യം. അതും പറഞ്ഞുകൊണ്ടൊരു തലവേണം പായ എടുത്തോണ്ട് വിനായകൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം അതേ കൂർക്കം വലി തന്നെയായിരുന്നു വിക്രത്തിനും. വിക്രവും കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുവാണ്. വേദ പോയി ഒരു നിമിഷം നോക്കി നിന്നു. അപ്പോഴേക്കുമാണ് വിക്രത്തിന് ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പോൾ ജോസഫാ. അപ്പം ജോസഫും പുളിക്കനും പുറത്ത് വന്ന് നിൽക്കുവാണ് വണ്ടിയും കൊണ്ട്. അപ്പം വിക്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിയൊക്കെ ആകുമ്പത്തേനും വരണമെന്ന്. വേദ നോക്കിക്കഴിഞ്ഞപ്പം ജോസഫിൻ്റെ കോള. വേദ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ജോസഫേ, വിക്രം നല്ല ഉറക്കത്തില്ല. ഇന്നിനി നിങ്ങളുടെ പ്ലാനൊന്നും നടക്കത്തില്ല. അതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. ആ സമയം പുളിക്കൻ ചോദിച്ചു, എന്ത് പറ്റി ജോസഫേ? വേദ പറയുന്ന പ്ലാനൊന്നും നടക്കില്ലെന്നോ? അതെ, വിക്രം നല്ല ഉറക്കത്തിലാന്ന്. അവർക്കൊന്നും മനസ്സിലായില്ല എന്താ ഏതാ എങ്ങനെയാന്ന്. രാവിലെ കുളിയെ കഴിഞ്ഞിട്ട് വേദ ഇട്ടിരുന്ന ഡ്രസ്സ് കഴുകാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴേക്കും ശ്രീജ വന്നിട്ട് പറഞ്ഞു, ദേ വേദ, നീ അത് കഴുകണ്ട. അതെന്താ, നിനക്ക് പോകാനുള്ളതല്ലേ, നീ റെഡിയായിക്കോ, ഞാനിത് കഴുകിയിട്ടോളാം. ഞാൻ തുണി കഴുകുന്ന കൊടുത്ത് ഈ 2 തുണി കഴിയുന്നോർത്ത് എനിക്കൊന്നും സംഭവിക്കാമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ തുണി അങ്ങോട്ട് മേടിച്ചു വെച്ചു. അതിനുശേഷം ശ്രീജ അകത്തേക്ക് വന്ന് ചായ എടുക്കുകയാണ്. വിക്രത്തിന് ചായ കൊണ്ട് കൊടുക്കാനായിട്ട്. അപ്പോഴേക്കും വേദ അങ്ങോട്ട് വന്നു. വേദ വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രീജ അടുത്ത് ചായ എടുക്കുകയാണ്. അതെ, വിക്രത്തിന് കൊണ്ടേ കൊടുക്കാം. വിക്രം ഉണർന്നോ? നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉണർന്നോ നടത്തില്ല, ഞാൻ പോയി നോക്കാം. ശ്രീജ അടുത്ത് ചായ ആയിട്ട് അങ്ങോട്ട് വരാൻ പറയാണ്. അങ്ങനെ ചായ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനി വന്നിട്ട് പറഞ്ഞു, ഇന്നലെ നിങ്ങൾ പറഞ്ഞാലും ഞാനത് വിശ്വസിച്ചില്ല. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ എന്തും ചെയ്യുമെന്ന്. നിങ്ങൾ എന്നെ ഉറക്കെ കിടത്തിയല്ലേ? ഉറക്കെ കിടത്തിയെന്നു. ആര്? വേണ്ട, ശ്രീജയടുത്ത് ഞാൻ കൂട്ടുവന്നു. എൻ്റെ മുറി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പേപ്പർ കഷ്ണം ഒഴിപ്പുണ്ടായിരുന്നു. വിനയാടൻ എഴുതി വെച്ച. എന്ത്? വായിച്ചു നോക്ക്. ഇടി കുംഭകർണി, നിന്നെ ആകെ പാടെ കൊള്ളാവുന്നത് തിന്നാനും ഈ പരദൂഷണം പറയാനും പിന്നെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങാനോ, അല്ലാതെ എന്തിനേലും കൊള്ളാവെന്ന് ചോദിച്ചോണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ ആക്കിയത്. അത് കേട്ടതും ശ്രീജ കിടന്ന് ചിരിക്കൊന്നും വേണ്ട. അല്ല, ഈ ചായ ആർക്കാ? വിക്രത്തിന്. ചായ ഇപ്പം ശ്രീജാടത്തി കൊണ്ടു കൊടുക്കണ്ട, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. ഇങ്ങ് തരാനും പറഞ്ഞ് അതും കൂടെ മേടിച്ചു. അവനോട് ഞാൻ ചോദിക്കുന്നുണ്ട്. അവനും ഇന്നലെ ഉറങ്ങിക്കിടക്കുമായിരുന്നല്ലോ. ശ്രീജയ്ക്ക് അപകടം മണത്തു. ആ സമയത്ത് വിക്രം നല്ല ഉറക്കത്തിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചാടി എഴുന്നേറ്റു. നേരം വെളുത്തോ? വേദ പറഞ്ഞ് നേരം വെളുത്തു, കുറെ സമയം. എന്നിട്ട് നീ എന്താടി എന്നെ വിളിക്കായിരുന്നു രാത്രിയിൽ? എന്തിന്? എടി എരുമേ, നിനക്ക് എന്നെ രാത്രിയിലൊന്നും വിളിക്കാൻ മേലായിരുന്നോ? എടാ പോത്തേ, എങ്ങനെ വിളിക്കാനാ? എനിക്ക് പിന്നെ രാത്രി കിടന്ന് ഉറങ്ങണ്ടേ? പിന്നെ വല്ലയിടത്തും വല്ലതും പോകുന്നതിന് ഞാനാണോ കാവലിരിക്കുന്നത്? അപ്പോഴേക്കും നന്ദിനിയുടെ വിളി വിക്രത്തിനെ. വിക്രം, നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. വിക്രം ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ വേദയ്ക്ക് മനസ്സിലായി തൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. വരുന്നിടത്ത് വെച്ച് കാണാം. നന്ദിനി അടുത്ത് പണി തുടങ്ങിയെന്ന് തോന്നേ. ഇനി എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ചെല്ലാനായിട്ട്. മിക്കവാറും ഭൂകമ്പം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊരു ചിന്തയായിരുന്നു വേദയ്ക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ നിധിയുടെ, സുഭാഷിൻ്റെ, സുധീഷിൻ്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ ആഗ്രഹമുള്ളവർ മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.